അസം എന്നൊരു നാടിൻ്റെ പേരല്ല, മനുഷ്യവേദനയുടെ കണ്ണീരിൽ എഴുതപ്പെട്ടൊരു മഹാകാവ്യമാണ്. ആകാശം മഴ പെയ്തില്ല, അത് മനുഷ്യരുടെ പ്രതീക്ഷകളെ പ്രളയമായി ഒഴുക്കിവിട്ടു. ഒരിക്കൽ ചിരികൾ നിറഞ്ഞിരുന്ന വീടുകൾ ഇന്ന് വെള്ളത്തിൻ്റെ നിശബ്ദ ശവകുടീരങ്ങളായി മാറിയിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കളിച്ചിരുകൾ കേട്ടിരുന്ന മുറ്റങ്ങൾ ഇന്ന് കരച്ചിലിൻ്റെ പ്രതിധ്വനി മാത്രം മുഴക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 70-ലേറെ മനുഷ്യജീവനുകൾ കാലത്തിൻ്റെ പ്രളയത്തിൽ പൊലിഞ്ഞു. എണ്ണമറ്റ കന്നുകാലികളും നിഷ്കളങ്ക ജീവജാലങ്ങളും ജീവന്റെ അവസാന ശ്വാസം വെള്ളത്തിനടിയിൽ സമർപ്പിച്ചു. ഒരമ്മയുടെ നെഞ്ചിലെ നിലവിളി, ഒരു പിതാവിൻ്റെ തകർന്ന പ്രതീക്ഷ, ഒരു കുഞ്ഞിൻ്റെ വിശപ്പിൻ്റെ കരച്ചിൽ, ഒരു കർഷകന്റെ ജീവിതം തന്നെയായിരുന്ന കന്നുകാലികളുടെ നിശബ്ദ മരണം. ഇവ വെറും വാർത്തകളല്ല, മനുഷ്യരാശിയുടെ മനസ്സാക്ഷിയിൽ കൊത്തിവെച്ച രക്തലിഖിതങ്ങളാണ്. പ്രകൃതി കോപിക്കുമ്പോൾ അധികാരത്തിൻ്റെ ശബ്ദം നിശബ്ദമാകും, സമ്പത്തിൻ്റെ അഹങ്കാരം തകർന്നു വീഴും. അവശേഷിക്കുന്നത് ഒരു സത്യം മാത്രം, മനുഷ്യത്വം. ഇന്ന് അസമിന് വേണ്ടത് സഹതാപത്തിൻ്റെ വാക്കുകളല്ല, ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളും കൈകളിൽ നിന്ന് നീളുന്ന സഹായ ഹസ്തങ്ങളുമാണ്.